പിറ്റേന്ന് രാവിലെ മുത്തശ്ശി തറവാട്ടിലേക്ക് അയക്കാനുള്ള ഏർപ്പാട് ചെയ്ത ശേഷം നീലിമ അശ്വിനെയും കൂട്ടി എയർപോർട്ടിലേക്ക് പോയി. അവൾക്ക് പക്ഷെ ബോർഡിംഗ് പാസ് കിട്ടിയില്ല. അവൾ അതിനായി ഏറെ നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് അവിടേക്ക് അഞ്ജലി വരുന്നത്. അവളെ കണ്ടതും നീലിമ അവിടെ നിന്നും മാറിയിരിക്കാൻ ശ്രമിച്ചു. ചേച്ചി, ഇവിടെ നിന്ന് ഓടിപ്പോവാൻ നോക്കുവാണോ? കൊള്ളാം, ഞങ്ങളതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അഞ്ജലി ചോദിച്ചു. അത് കേട്ട് നീലിമയ്ക്ക് അവൾ തന്റെ സ്വസ്ഥത കളയാൻ വേണ്ടി മനഃപൂർവ്വം അവിടേക്ക് വന്നതുപോലെ തോന്നി. ദേഷ്യത്തിൽ അവൾ അഞ്ജലിയെ നോക്കി. നിനക്കൊക്കെ എന്താടി വേണ്ടത്? ചേച്ചി ചൂടാവാതെ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് യാത്ര മാറ്റിവെക്കേണ്ട കാര്യമുള്ളൂ. അധികം ഷോ ഇറക്കിയ പിന്നെ ജീവിതത്തിൽ നീ ഓസ്ട്രേലിയ കാണില്ല. അഞ്ജലി പറഞ്ഞു. എന്റെ യാത്ര മുടക്കാൻ നിനക്കൊക്കെ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീലിമ ചോദിച്ചു. അതെ, നിന്നോട് ഞങ്ങൾ എവറസ്റ്റിൽ കയറാനൊന്നും പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് ആ സുധാകരനെ കല്യാണം കഴിച്ച എല്ലാ പ്രശ്നവും തീരും. പിന്നെ അല്ലെങ്കിലും നീ ഇപ്പോ തിരിച്ചു പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അച്ഛൻ ഓസ്ട്രേലിയയിലെ ആ വീട് ആർക്കോ വിറ്റു. നീ ഇനി പോയാലും തെരുവിൽ കിടക്കേണ്ടി വരും, ഈ തന്തയില്ലാത്ത ചെക്കനെയും കൊണ്ട്. അഞ്ജലി പറയുന്നത് കേട്ട് നീലിമ വെപ്രാളത്തോടെ അവളെ നോക്കി. എന്താടി നോക്കുന്നേ? അഞ്ജലി ചോദിച്ചു. നീലിമ മറുപടി പറഞ്ഞില്ല. അവൾ എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട അഞ്ജലി അവളുടെ പാസ്പോർട്ട് അടങ്ങിയ ബാഗ് പിടിച്ചു വാങ്ങി. നീലിമയ്ക്ക് തടയാൻ സാധിക്കും മുൻപേ അവൾ അത് കീറി കഷ്ണങ്ങളാക്കി വലിച്ചെറിഞ്ഞു. നീലിമ സ്തംഭിച്ചു നിന്നുപോയി. അങ്ങനൊരു പ്രവൃത്തി അഞ്ജലി ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവൾ ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കൊണ്ട് അഞ്ജലിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അപ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടിയെത്തി അവർ ഇരുവരെയും പിടിച്ചു മാറ്റി. നീലിമ പറയുന്നതൊന്നും കേൾക്കാൻ അവർ തയ്യാറായില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് രണ്ടുപേരും പുറത്തു പോകണമെന്നവർ പറഞ്ഞു. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട് നീലിമ കരഞ്ഞു തളർന്ന് നിലത്തിരുന്നു. അഞ്ജലി ചെറിയൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയാണ്. അച്ഛനും കൂട്ടരും തന്നെയും മകനെയും ഏത് വിധത്തിലും ദ്രോഹിക്കാൻ ശ്രമിക്കുകയാണ്. ഉടൻ തന്നെ അശ്വിനെയും കൂട്ടി സുരക്ഷിതമായി എവിടേക്കെങ്കിലും മാറണം എന്നവൾക്ക് തോന്നി. അഞ്ജലി നീലിമയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ ശാന്തതയോടെ പറഞ്ഞു. എന്താ ഇത്രയ്ക്ക് ആലോചിക്കാൻ? ചേച്ചി, ഞാൻ പറയുന്നത് കേൾക്ക്. ആ സുധാകരനെ കല്യാണം കഴിക്ക്. ചേച്ചി കരുതും പോലെ അയാൾ അത്ര പ്രശ്നക്കാരനൊന്നുമല്ല. അഞ്ജലി, നീ ഇതിനൊക്കെ അനുഭവിക്കും. നീലിമ ഗദ്ഗതത്തോടെ പറഞ്ഞു. ദേ ചേച്ചി, ഞാൻ എന്താ അനുഭവിക്കാനാണ്? ഞാൻ ചേച്ചിയെപ്പോലെ അച്ഛൻ ആരാ എന്നറിയാത്ത കുട്ടിയെ കൊണ്ട് നടക്കുന്നവളല്ല. അങ്ങനെയുള്ള ചേച്ചിയെ കെട്ടാൻ ആ സുധാകരൻ സമ്മതിച്ചത് തന്നെ വലിയ കാര്യം. അശ്വിൻ ഇതെല്ലാം കേട്ട് നിഷ്കളങ്കമായി നീലിമയെ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് അവന്റെ നോട്ടം കണ്ടപ്പോൾ സങ്കടം തോന്നി. അച്ഛനില്ലാത്ത കുട്ടിയെന്ന് അഞ്ജലി വിളിച്ചത് അശ്വിൻ ശ്രദ്ധിച്ചു കാണുമോ എന്ന് നീലിമയ്ക്ക് ഭയം തോന്നി. അഞ്ജലി, നീ പാസ്പോർട്ട് നശിപ്പിച്ചതുവരെ ഞാൻ ക്ഷമിച്ചെന്ന് വരും. പക്ഷേ നീ ഒരു വട്ടം കൂടി എന്റെ മോനെ എന്തെങ്കിലും പറഞ്ഞ അടിച്ച് നിന്റെ കരണം ഞാൻ പൊളിക്കും. നീലിമ വാശിയോടെ പറഞ്ഞു. അത് കേട്ട് അഞ്ജലി നീലിമയിൽ നിന്നും കുറച്ചകലം പാലിച്ചു. അഞ്ജലി, നീ ഇത്രം തരം താണ പെണ്ണാണെന്ന് അറിഞ്ഞാൽ ആദ്യം നിന്റെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ചേച്ചി എന്തിനാ ആവശ്യമില്ലാതെ ആദ്യം ഇതിലേക്ക് കൊണ്ടുവരുന്നത്? അല്ല, ആദ്യം സത്യം അറിഞ്ഞ നിന്റെ ഗതി എന്താവുമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. നീലിമ പറഞ്ഞു. അത് കേട്ട് അഞ്ജലിക്ക് പേടി തോന്നി. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അശ്വിനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൾ അവിടെ നിന്നും പോയി. എന്താ അമ്മ ആ ആന്റി അങ്ങനെയൊക്കെ പറഞ്ഞേ? അശ്വിൻ ചോദിച്ചു. ആ ആന്റിക്ക് ഭ്രാന്താ മോനെ, നീലിമ അശ്വിനെ എടുത്തുകൊണ്ട് പറഞ്ഞു. അവളുടെ മനസ്സിലപ്പോൾ ഇനി അവനെയും കൊണ്ട് എങ്ങോട്ട് പോവുമെന്ന ചിന്തയായിരുന്നു. അന്നൊരു ദിവസം നീലിമ കുഞ്ഞിനെയും കൊണ്ട് ഒരു ചെറിയ ഹോട്ടലിൽ താമസിച്ചു. അവൾക്ക് പോവാൻ വേറൊരു സ്ഥലവുമില്ലായിരുന്നു. പിന്നീട് ഒരു വാടക വീടെടുത്ത് നീലിമ അശ്വിനൊപ്പം അവിടേക്ക് മാറി. അശ്വിൻ അവളുടെ മടിയിൽ കിടന്ന് വൈകാതെ മയങ്ങിപ്പോയി. അവൻ ഉറങ്ങിക്കഴിഞ്ഞ് നീലിമ ലാപ്ടോപ്പ് എടുത്ത് നിവർത്തി ചില കൺസൾട്ടന്റ് സൈറ്റുകൾ തുറന്ന് ഒരു ജോലി കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. സ്വന്തം കുടുംബം തന്നെ ഒരു വിലങ്ങുതടി പോലെ മുന്നിൽ നിൽക്കുന്നതോർത്തപ്പോൾ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ പെട്ടെന്നാണ് ലാപ്ടോപ്പ് സ്ക്രീനിൽ ഒരു മെയിൽ നോട്ടിഫിക്കേഷൻ വന്നത്. അവൾ ഉടനെ കണ്ണു തുടച്ച് അത് തുറന്നു. സ്റ്റാർഡം മീഡിയ എന്ന എന്റർടൈൻമെന്റ് മീഡിയയിൽ നിന്ന് വന്ന മെയിലായിരുന്നു അത്. അവർ അവളെ ഇന്റർവ്യൂവിനായി ക്ഷണിച്ചിരിക്കുന്നു. നീലിമയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. സിദ്ധാർത്ഥ് തന്റെ ഓഫീസിലെ ക്യാബിനിൽ ലാപ്ടോപ്പിൽ ചില ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. വിശ്വ ഗ്രൂപ്പ്സിന്റെ പലവിധ ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ത്യയിലാകെ വ്യാപിച്ചു കിടപ്പുണ്ട്. അതിന്റെയെല്ലാം കൃത്യമായ മേൽനോട്ടം വഹിക്കാൻ സിദ്ധാർത്ഥിന് പലപ്പോഴും തിരക്കുകൾ കാരണം കഴിയാറില്ല. ഓരോ വെർച്വൽ ഫയലുകളും മറിച്ചു നോക്കുന്നതിന്റെ ഇടയിലാണ്
സിദ്ധാർത്ഥ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ ഉടനെ കമ്പനിയിലെ ഒരു സ്റ്റാഫിനെ ക്യാബിനിലേക്ക് വിളിച്ചു. അയാൾ അകത്തേക്ക് വന്നപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു, ഇതെന്താ ഈ സ്റ്റാർഡം മീഡിയയിൽ ഇത്ര വലിയ ക്രമക്കേട് നടന്നിട്ട് എന്നെ അറിയിക്കാതിരുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് സ്റ്റാഫ് ഒന്ന് പതറി. എന്നിട്ട് പറഞ്ഞു, സർ, അത് കിരൺ സാറിനാണല്ലോ സ്റ്റാർഡത്തിന്റെ ചുമതല. സോ സാർ അറിഞ്ഞു കാണുമെന്ന് കരുതി. അങ്ങനെ തോന്നുന്നത് കരുതാനല്ല ഞാൻ നിനക്കൊക്കെ ശമ്പളം തന്ന് ഇവിടെ നിയമിച്ചിരിക്കുന്നത്, സിദ്ധാർത്ഥ് പറഞ്ഞു. സ്റ്റാഫ് വിരണ്ടുപോയി. കിരൺ ഇപ്പൊ ഇവിടെ എത്തണം, ഞാൻ പറഞ്ഞെന്ന് വിളിച്ചു പറ. ശരി സർ. സ്റ്റാഫ് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. സിദ്ധാർത്ഥിന്റെ ബന്ധുവായിരുന്നു കിരൺ. സ്റ്റാർഡം എന്ന മീഡിയ കമ്പനി കിരൺ നന്നായി നോക്കുമെന്ന ഉറപ്പിലാണ് സിദ്ധാർത്ഥ് അവനെ അതിന്റെ MD ആയി നിയമിച്ചത്. കിരൺ പക്ഷേ അവന് തോന്നിയതുപോലെയാണ് ഓരോന്ന് ചെയ്തിരുന്നത്. മാത്രമല്ല, മീഡിയയിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്ന പരാതിയും സിദ്ധാർത്ഥിന് നേരത്തെ കിട്ടിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കിരൺ മുറിയിലേക്ക് വന്നു. കിരൺ, എന്താ ഇതൊക്കെ? സിദ്ധാർത്ഥ് ലാപ്ടോപ്പ് അവന് നേരെ തിരിച്ചു. എന്നിട്ട് ചോദിച്ചു. കിരണിന് ഒന്നും പറയാൻ തോന്നിയില്ല. സിദ്ധാർത്ഥിന്റെ ദേഷ്യം അറിയാമായിരുന്നിട്ടും അവൻ മൗനം തുടർന്നു. ഞാൻ നിന്നോടാ ചോദിച്ചത്. സ്റ്റാർഡം നിന്നെ ഏൽപ്പിച്ചത് നീ ഉത്തരവാദിത്തമുള്ള ഒരുത്തനാണെന്ന് കരുതിയ. എന്നിട്ടിപ്പോ കമ്പനി പൂട്ടാനുള്ള അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. കഷ്ടം, സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധു, ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചതാണ്. പിന്നെ ഫണ്ടിനെ കുറച്ച് പോരായ്മ വന്നു. ചില സ്റ്റാഫുകൾ ജോലി വിട്ടുപോയി. അതൊക്കെയാണ് കമ്പനി തകരാൻ കാരണം. കിരൺ കൂസലില്ലാതെ പറഞ്ഞു. കിരൺ, ഫണ്ടിന്റെ കാര്യമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ആ കമ്പനിക്ക് മാസം മാസം ഫണ്ട് അയച്ചു തരുന്നതിന്റെ രേഖകൾ ദേ ഇതിലുണ്ട്. നീ അതിന് കണക്ക് പറഞ്ഞേ പറ്റൂ. പിന്നെ സ്റ്റാഫുകൾ പോയത് ഫണ്ടിന്റെ പ്രശ്നം കൊണ്ടല്ല. കാരണം ഞാൻ പറയണ്ടല്ലോ. സിദ്ധാർത്ഥ് രൂക്ഷമായി കിരണിനെ നോക്കി ചോദിച്ചു. അവന്റെ ചോദ്യത്തിൽ കിരൺ ചൂളിപ്പോയി. സിദ്ധു, ഞാൻ... കിരൺ എന്തോ പറയാൻ ശ്രമിച്ചു. മതി, ഇനി നിന്നെ അതിന്റെ പരിസരത്ത് കണ്ടുവരുന്നു. ഗെറ്റ് ലോസ്റ്റ്, സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു. സിദ്ധു പ്ലീസ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഉറപ്പാണ്. എനിക്കൊരു ചാൻസ് തരണം, കിരൺ പറഞ്ഞു. കിരൺ വളരെ അടുത്ത ബന്ധുവായതുകൊണ്ട് അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടാൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് സിദ്ധാർത്ഥിന് തോന്നി. തൽക്കാലം അവനെ അവിടെ തുടരാൻ തന്നെ സമ്മതിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. ശരി, വെറും 2 മാസം നിനക്ക് ഞാൻ സമയം തരാം. അപ്പോഴേക്ക് കമ്പനിയെ പഴയ നിലയിൽ എത്തിക്കണം. അത് നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് കിരണിന് ദേഷ്യം വന്നുവെങ്കിലും സിദ്ധാർത്ഥിനെ കൂടുതൽ വെറുപ്പിക്കാതെ ഇരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൻ ചിന്തിച്ചു. ശരി, കിരൺ അത്രമാത്രം പറഞ്ഞിട്ട് ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. കിരൺ ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് സ്റ്റാഫിനെ വീണ്ടും അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവന്റെ മേലൊരു കണ്ണു വേണം. കമ്പനിയുടെ ഇനിയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നിയമനവും എല്ലാം ഞാൻ അറിഞ്ഞിരിക്കണം. അത് തന്റെ ഡ്യൂട്ടിയാ. ക്ലിയർ? യെസ് സർ. സർ, ഇന്നൊരു കുട്ടി ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിൽ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, സ്റ്റാഫ് പറഞ്ഞു. ഓസ്ട്രേലിയ എന്ന് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് പെട്ടെന്ന് നീലിമയെ ഓർത്തു. സർ, ഇത് ആ കുട്ടിയുടെ CV ആണ്. ഒരു നീലിമ. സ്റ്റാഫ് ലാപ്ടോപ്പിൽ CV ഫയൽ അയാൾക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് CVയിലെ ഫോട്ടോയിലേക്കാണ് ആദ്യം ശ്രദ്ധിച്ചത്.